ശബരിമല സന്നിധാനത്തേക്കുള്ള മിൽമയുടെ നെയ്യ് പമ്പയിൽ കാര്യക്ഷമമായി പരിശോധിച്ചില്ല. 30 ലോഡിൽ ഫുഡ് സേഫ്റ്റി സാമ്പിൾ ശേഖരിച്ചത് കേവലം 6 ലോഡിൽ മാത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഗുണനിലവാര പരിശോധനയ്ക്ക് മാത്രം യഥാർത്ഥ നെയ്യ് നൽകിയെന്നും സംശയം. ശബരിമലയിലേക്ക് 1.5 ലക്ഷത്തിലേറെ ലിറ്റർ മായം കലർന്ന നെയ്യ് മിൽമ എത്തിച്ചെന്നാണ് വിവാദം. ഇന്ന് ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ശ്യാമപ്രസാദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശ്യാമ, ഈ ദേവസ്വം ബോർഡ് യോഗം എപ്പോഴാണ് ചേരുന്നത്? ഇതൊരു വലിയ വിവാദമായി, സ്വർണ്ണ കവർച്ചയ്ക്ക് ശേഷം മറ്റൊരു വലിയ വിവാദമായി ഈ വിഷയം മാറുകയാണല്ലോ. ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്? ഗൗതം, ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് ദേവസ്വം വകുപ്പ് സെക്രട്ടറി ശബരിമലയിലെ വ്യാജനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് സെക്രട്ടറി വകുപ്പ് മന്ത്രി കൂടിയായ കെ മുരളീധരനെ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്, അതായത് നിലവിൽ 1.5 ലക്ഷത്തിലേറെ ലിറ്റർ നെയ്യാണ് സന്നിധാനത്തേക്ക് യാതൊരു പരിശോധനകളുമില്ലാതെ കടത്തിവിടുകയും ചെയ്തത്. ഈ 1.5 ലക്ഷത്തിലേറെ ലിറ്റർ നെയ്യ് എന്ന് പറയുമ്പോൾ 30 ബാച്ചുകളിലായിട്ടുള്ള 30 ലോഡുകളായിട്ടായിരുന്നു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്തത്. ഈ 30 ബാച്ചുകളിൽ നിന്ന് 6 ലോഡിലെ പരിശോധന മാത്രമാണ് നിലവിൽ, ഈ സാമ്പിളുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഈ പരിശോധനാ മാനദണ്ഡങ്ങളെല്ലാം തന്നെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് തന്നെയായിരുന്നു ഈ പരിശോധനകൾ നടക്കുകയും ചെയ്തത്. തുടക്കത്തിൽ തന്നെ ഈ ബാച്ചുകളിലെ പരിശോധന പൂർത്തിയാക്കും മുമ്പ് തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ ലോഡ് കണക്കിന് നെയ്യ് കടത്തിവിടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ലാബിൽ നിന്ന് പരിശോധനാ ഫലം റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് തന്നെയാണ് കരാറുകാരനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ചേർന്നുകൊണ്ട് പമ്പയിൽ എത്തിച്ചിരുന്ന ഈ വ്യാജ നെയ്യ് അടക്കമുള്ള കാര്യങ്ങൾ സന്നിധാനത്തേക്ക് കടത്തിവിടുകയും ചെയ്തത്. എന്തായാലും ഇതിൽ പലതും ദുരൂഹമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് നിലവിലെ മിൽമയുടെ ബോട്ടിലെ പേരുകളിലോ ഒപ്പം തന്നെ ബാച്ച് നമ്പറുകളിലോ ഒന്നും തന്നെ വ്യത്യാസമില്ല. ഇതെല്ലാം തന്നെ ശരിയായ പേരുകളും ബാച്ച് നമ്പറുകളും എല്ലാം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജീവനക്കാരും കരാറുകാരും തമ്മിൽ ഇത്തരത്തിൽ ബോട്ടിലുകളിൽ വ്യാജ നെയ്യ് നിറച്ച് സന്നിധാനത്തേക്ക് എത്തിച്ചു വന്നതിൽ ആണ് ഏറെ ദുരൂഹത നിലനിൽക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച വിലയിരുത്തലുകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടാണ് ദേവസ്വം വകുപ്പ് സെക്രട്ടറി കൂടിയായ MG രാജമാണിക്യം ഇന്ന് രാവിലെയോടുകൂടി തന്നെ വകുപ്പ് മന്ത്രി കൂടിയായ കെ മുരളീധരനെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ബോർഡ് ആസ്ഥാനത്തെ ഈ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിൽ പ്രധാനമായും വ്യാജനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുകയും ചെയ്യും. ഒപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബോർഡ് പ്രസിഡന്റ് കൂടിയായ കെ ജയകുമാറിനെ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ബോർഡ് യോഗം ആരംഭിക്കും. ഇതിപ്പോൾ വ്യാജനയ ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാന ചർച്ചയായി യോഗത്തിൽ മാറുകയും ചെയ്യും. ഓക്കെ ശ്യാം, വ്യക്തമാണ്. ഈ ശബരിമല സന്നിധാനത്തേക്ക് ഗുണനിലവാരമില്ലാത്ത വ്യാജ നെയ്യ് എത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം മറ്റു തലങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള വിജിലൻസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ 11 മണിക്ക് തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് യോഗം ചേരുകയാണ്. വ്യാജ നെയ്യുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ശ്യാമപ്രസാദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.